ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നാഭിരാജാവ് മേരുദേവി എന്നു പേരുള്ള പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാതെ വന്ന സമയത്ത് നാഭിരാജാവിന് വേണ്ടി കുറേ ബ്രാഹ്മണർ യജ്ഞം ചെയ്ത് ഭഗവാനെ ആരാധിച്ചു എന്നാണ്. തങ്ങളുടെ ശ്രേഷ്ഠനായ രാജാവിന് സൽസന്താനം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ ബ്രാഹ്മണരനുഷ്ഠിച്ച യജ്ഞത്തിൽ സംപ്രീതനായി ഭഗവാൻ അവരുടെ മുന്നിൽ അവതരിച്ചു. എന്താണ് വരം വേണ്ടത്, എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. സ്തുതിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കാമങ്ങളൊന്നുമില്ല, ഞങ്ങളിപ്പോൾ അങ്ങയെ യജിച്ചത് ഈ രാജാവിന് അങ്ങയെപ്പോലൊരു മകൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, എന്നെപ്പോലെ വേറൊരാളില്ല. അപ്പോൾ എന്നെപ്പോലൊരു മകൻ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇനിയിപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകനായിട്ട് അവതരിക്കുക നിവൃത്തിയുള്ളൂ. നിങ്ങൾ സത്യവചസ്സുകളാണ്, ബ്രാഹ്മണരാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊരു സങ്കല്പം മനസ്സിൽ വെച്ചതുകൊണ്ട് എനിക്കിനി ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് അവതരിക്കാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ നല്ലൊരു മുഹൂർത്തത്തിൽ മേരുദേവ്യാം ധർമാന്തര ചെയ്തു കാമഹ വാദരശനാനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വമന്ധിനാം ശുക്ലയാ തനുവാ അവതദാര. അവധൂതചര്യയെ ലോകത്തിന് പ്രദർശിപ്പിച്ചു കൊടുക്കുക. വേറൊരിടത്ത് കാണാം, രജസോപപ്ലുത, രജസ്സിൽ മുങ്ങിക്കിടക്കുന്ന സംസാരികൾക്ക് കൈവല്യം ഉപദേശിക്കുക, അധ്യാത്മവിദ്യ ഉപദേശിച്ച് ഈ സംസാരികളായ ജീവന്മാരെ ഉയർത്തുക എന്നതായിരുന്നു ഭഗവാന്റെ ഋഷഭാവതാരത്തിൻ്റെ പരമമായ ഉദ്ദേശ്യം എന്നാണ്. അങ്ങനെ ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ വളർന്നു വരുന്ന സമയത്ത് തൻ്റെ മകനിൽ വളർന്നു വരുന്ന ശ്രേഷ്ഠ ഗുണങ്ങൾ കണ്ടിട്ട് അനുയോജ്യമായ പേരാണ് അച്ഛൻ മകന് നൽകിയത്. ഋഷഭ ഇതീതം നാമചകാര. ഋഷഭൻ എന്ന് പേരിട്ടു എന്നാണ്. ഋഷഭൻ എന്ന പദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. നരഋഷഭൻ എന്ന് വെച്ചാൽ നരശ്രേഷ്ഠൻ, മനുഷ്യശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. മൃഗഋഷഭൻ എന്ന് വെച്ചാൽ മൃഗശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. അപ്പോൾ ശ്രേഷ്ഠനായിരുന്നു. വളർന്ന് പ്രാപ്തിയായി പ്രായപൂർത്തിയാവാനൊന്നും കാത്തു നിന്നില്ല എന്ന് പറയാറുണ്ട്. മകൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങൾ കണ്ട് സന്തോഷിച്ച് മകന് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് നാഭിരാജാവ് കാട്ടിൽ ചെന്ന് ഭഗവാൻ ആരാധിച്ച് ഭഗവാനിലേക്ക് എത്തി. ഋഷഭൻ്റെ രാജ്യഭരണം, അദ്ദേഹം വളരെ ഭംഗിയായി രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ രാജ്യഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ അജനാഭം എന്ന വർഷം സ്വർഗത്തെക്കാൾ കേമായി എന്നാണ്. അപ്പോൾ സ്വർഗത്തെക്കാൾ കേമായും കൊണ്ടൊരു പ്രദേശം ഭൂമിയിലുണ്ടാവുന്നത് ദേവേന്ദ്രന് സഹിക്കുമോ? അതില്ല. ഇപ്പോൾ ദേവേന്ദ്രനെ ആരെങ്കിലും കണ്ടാൽ ഒന്ന് ബഹുമാനിക്കുന്നതും യാഗം ചെയ്യുന്നതൊക്കെ ഇയാളൊന്ന് സന്തോഷിപ്പിച്ച് നിർത്തിയാൽ അവിടേക്ക് ഒരു വിസിറ്റിംഗ് വിസെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഭൂമിയിലൊരു പ്രദേശം സ്വർഗത്തേക്കാൾ കേമാവുക എന്ന് വെച്ചാൽ ദേവേന്ദ്രന് വിഷമമാണ്. ദേവേന്ദ്രൻ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് വെച്ചിട്ട് കുറേ കാലത്തേക്ക് ഈ അജനാഭ വർഷത്തിൽ മഴ പെയ്യിക്കേണ്ടെന്ന് നിശ്ചയിച്ചു എന്നാണ്. അപ്പം മഴ കിട്ടാതെയായി, വെള്ളം കിട്ടാതെ അങ്ങ് നശിച്ചു പോകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ യോഗേശ്വരനായ ഋഷഭദേവൻ യോഗശക്തിയെ കൊണ്ട് മഴ പെയ്യിച്ചു എന്നാണ്. അപ്പം തന്നെക്കാൾ ശക്തിയുണ്ട് ഋഷഭദേവനെന്ന് ദേവേന്ദ്രന് മനസ്സിലായി. ഈ തന്നെക്കാൾ ശക്തിയുള്ള ആളോട് ഒന്നെങ്കിൽ സന്ധി ചെയ്യുക വേണ്ടത്, അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്യുക അത് പറ്റില്ല എന്നാണ്. സന്ധിയാണ് ഉപായം. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു, തൻ്റെ മകളായ ജയന്തിയെയും കൊണ്ട് ഇവിടെ വന്നു. എന്നിട്ട് ഋഷഭദേവന് ജയന്തിയെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇപ്പോൾ ആരെങ്കിലും ഋഷഭദേവൻ്റെ കേമന്തം പറഞ്ഞു കഴിഞ്ഞാൽ മോളെ കല്യാണം കഴിച്ചയാളാന്ന് പറയാലോ.
ഈ അമ്മായിയപ്പൻ മരുമകന് ഗുരുവിന് തുല്യനാണെന്നൊക്കെ സ്മൃതികൾ പറയുന്നുണ്ട്. എന്തായാലും ശരി, ജയന്തിയെ ഋഷഭദേവൻ വിവാഹം കഴിച്ചു. ജയന്തിയിൽ ഋഷഭദേവന് 100 മക്കളുണ്ടായി. 100 മക്കളോ എന്ന് ആലോചിച്ചിട്ട് പരിഭ്രമിക്കൊന്നും വേണ്ട. 2 മാസം മുന്നേ പത്രത്തിൽ 27 മക്കളുള്ള ഒരാൾ മരിച്ചിട്ട് അയാളുടെ ചരമവാർത്ത, പൊതുവേ ഈ ചരമവാർത്ത വായിക്കുന്ന സമയത്ത് വലിയ ഖണ്ഡിക ഉണ്ടെങ്കിൽ അത് വായിക്കും. കേമാരൊക്കെ മരിച്ചാൽ വലിയ ഖണ്ഡിക ഉണ്ടാവുമല്ലോ. ഒരു വലിയ പാരഗ്രാഫ് കണ്ടപ്പം വായിച്ചതാണ്. 4 ഭാര്യമാരിൽ 27 മക്കളാണ്. ദുബായ് ഇപ്പം തന്നെ. അപ്പം 100 മക്കളുണ്ടായി. ആ 100 മക്കളിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനും ഭരതനായിരുന്നു എന്നാണ്. 9 മക്കൾ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവൃഹോത്രൻ, ചമസൻ, ചെങ്കിസ് ഖാൻ, ചെങ്കിസ് ഖാൻ. അപ്പം 9 മക്കളും കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ഭാഗവതധർമ്മം ലോകത്തിൽ ഉപദേശിച്ച് ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന നവയോഗികൾ. പിന്നെ ഒരാൾ ഭരതൻ. പിന്നെ ഒരു കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് 9 പേര് രാജാക്കന്മാരായി തീർന്നു. അപ്പോൾ 10ഉം 9ഉം 19, 100ൽ നിന്നും 19 പോയി കഴിഞ്ഞാൽ ബാക്കി 81 പേര് പിതുരാദേശകര, മഹാശാലീന, മഹാശ്രോത്രിയ, യജ്ഞശീല, കർമ്മവിശുദ്ധ, ബ്രാഹ്മണാ ബഭൂവു എന്നാണ്. അവർ പിതാവിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് സാത്വികങ്ങളായ ഉപാസനകൾ, കർമ്മങ്ങൾ ചെയ്ത് സത്വഗുണത്തെ പരിപോഷിപ്പിച്ച് ശുദ്ധ സാത്വികരായ ബ്രാഹ്മണരായി തീർന്നു എന്നാണ്. ഇവിടെ സാന്ദർഭികമായി വർണ്ണം എന്നത് കേവലം ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എന്നും സത്വഗുണോത്കർഷമാണ് ബ്രാഹ്മണ്യം എന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇതാ ഋഷഭദേവൻ ഈ മക്കളോടുകൂടി അങ്ങനെ കഴിയുന്നു. ഒരു ദിവസം ഈ മക്കളെല്ലാവരെയും മുന്നിലേക്ക് വിളിച്ച് അവർക്കായി ഗംഭീര ഉപദേശം നൽകിയെന്നാണ്. മുന്നിലിരിക്കുന്ന മക്കളോടായിട്ട് പറഞ്ഞു, നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേൽ യസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. നമ്മളൊക്കെ സുഹൃതം ചെയ്തവരാണ്, മഹാഭാഗ്യം ചെയ്തവരാണ്. മക്കളോട് പറയുകയാണ്, എന്തുകൊണ്ട് മനുഷ്യരായിട്ട് ജനിക്കാൻ സാധിച്ചു? ജന്തുജന്മങ്ങളിൽ നരജന്മം അത്യന്ത ദുർലഭമായി ലഭിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായി മനുഷ്യജന്മം ലഭിക്കുന്നത് വളരെ ഭാഗ്യമാണെന്ന് പറയുന്നത്? മനുഷ്യജന്മത്തിൻ്റെ മഹത്വം എന്താണ്? എവിടെയാണ്? മറ്റ് ശരീരങ്ങളിൽ നിന്നും മനുഷ്യ ശരീരത്തെ വ്യതിരിക്തമാക്കി, വ്യത്യസ്തമാക്കി, ശ്രേഷ്ഠമാക്കി നിലനിർത്തുന്നത് എന്താണ്? മനുഷ്യൻ്റെ വിശേഷബുദ്ധിയാണ്. അപ്പം വിശേഷബുദ്ധിയോടൊത്ത മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ആ വിശേഷബുദ്ധി ഉപയോഗിക്കപ്പെടണം. അപ്പോഴേ മനുഷ്യജന്മം കിട്ടിയതിൻ്റെ പ്രയോജനമുള്ളൂ. വിശേഷബുദ്ധി എപ്പോഴാണ് ഉപയോഗിക്കപ്പെടുക? വിശേഷമായി വിചാരം ചെയ്യുമ്പോഴാണ് വിശേഷബുദ്ധി ഉപയോഗിക്കപ്പെടുക. നമ്മുടെ വിചാരം, നമ്മുടെ ചിന്തകൾ ഈ ശരീര നിലനിൽപ്പിനെ, ശരീരസുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ, ഇരയ്ക്കു വേണ്ടിയും ഇണയ്ക്കു വേണ്ടിയും ഉള്ള വിചാരവികാരങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇത് ബേസിക് ഇൻസ്റ്റിങ്സ് ആണ്, സകല ജന്തുക്കൾക്കും ഉണ്ട്. ഇരയ്ക്കും ഇണയ്ക്കും വേണ്ടിയിട്ടുള്ള ചിന്ത, വിചാരം, അതാണ് മറ്റ് ജന്തുക്കളുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം മറ്റ് ജന്തുക്കളെപ്പോലെ തന്നെ നമ്മളും ഉള്ളൂ. ഉണ്ണാനും ഉറങ്ങാനും വേണ്ടി മാത്രമാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ എന്താ അപ്പം മനുഷ്യന് പ്രത്യേകത? എന്താ മനുഷ്യന് മഹത്വം? ആഹാരനിദ്ര ഭയമൈഥുനാനി സാമാന്യമേതൽ പശുഭിർനരാണാം ജ്ഞാനോഹിതേഷാം അധികം വിശേഷ ജ്ഞാനേന ഹീന പശുഭിസ്സമാനാം. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഇതൊക്കെ എല്ലാ ജന്തുക്കളിലും ഉണ്ട് അല്ലേ? ഉണ്ണാനും ഉറങ്ങാൻ, അളവില്ലാതെ ശരീരസുഖം അനുഭവിക്കാൻ, ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഈ ഇന്ദ്രിയ സുഖം അനുഭവിക്കുക വേണ്ടതെങ്കിൽ
നല്ലത് ജന്തുക്കളായിട്ട് ജനിക്കുകയാണ്. നായയായിട്ടോ പട്ടിയായിട്ടോ ജനിച്ചു കഴിഞ്ഞാൽ ഒരു നിയന്ത്രണവുമില്ല, ഒരു നിയമവുമില്ല. അപ്പോൾ നായയ്ക്കൊരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് വല്യച്ഛൻ്റെ മകളാണോ അനിയത്തിയാണോ എടുത്തിയാണോ, ഇങ്ങനെ ഒരു ചിന്തയില്ല. ഈ സംസ്കാരവും സദാചാരവും ധാർമ്മിക മൂല്യങ്ങളൊക്കെ ആർക്കേ ഉള്ളൂ? മനുഷ്യനേ ഉള്ളൂ. മറ്റുള്ള ജന്തുക്കൾക്ക് അത്രയൊന്നുമില്ല. അപ്പോൾ അളവില്ലാതെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുകയാണ് കേമെന്ന് കരുതുന്നുവെങ്കിൽ കഴുതയായിട്ടും പട്ടിയായിട്ടും ജനിച്ചാലും ഇത് സാധിക്കും. രുചയാർന്നും അകങ്കനിഞ്ഞുതൻ പ്രജയെപ്പോറ്റും ഉറുമ്പ് പോലുമേ എന്ന കുമാരനാശാൻ്റെ സീത പറയുന്നുണ്ട്. ഒരു ഉറുമ്പ് പോലും തൻ്റെ കുടുംബത്തെ പോറ്റുന്നുണ്ട്. അത് കല്യാണം കഴിക്കുന്നുണ്ട്, അതിന് കുട്ടികളുണ്ടാവുന്നുണ്ട്. നമ്മളെപ്പോലെ വലിയ പന്തൽ കെട്ടും ആയിരക്കണക്കിന് ആൾക്കാർ വിളിക്കുകയും സദ്യ കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെതായ രീതി കല്യാണം കഴിക്കുന്നുണ്ട്, അതിന് കുട്ടികളുണ്ടാവുന്നുണ്ട് അല്ലേ. ഇത് ഉറുമ്പല്ല, മലത്തിൽ കിടക്കുന്ന കൃമിയിൽ പോലും ഇതൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? അത് വീടുണ്ടാക്കാൻ നമ്മളിപ്പോൾ ലോൺ എടുക്കുന്നുണ്ട്, അപ്പോൾ അതൊന്നും ഇല്ലയെന്നേ ഉള്ളൂ. അത് അതിൻ്റെതായ രീതിയിൽ വീടുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പാർപ്പിടത്തിന് നോക്കുന്നുണ്ട്, അതിൻ്റെതായ രീതിയിൽ ഭക്ഷണത്തിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും ഈ ഉണ്ണാനും ഉറങ്ങാനും ഇതൊന്നും വേണ്ട എന്നല്ല കേട്ടോ. ഇതിനൊന്നും കൂടുതൽ ബുദ്ധിയുടെ ആവശ്യമില്ല. ഈ ശരീരം നിലനിൽക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. അതിപ്പം സാമാന്യ രീതിയിൽ അങ്ങ് ജീവിച്ചാൽ അത് പ്രാരബ്ധം തന്നെ നിർത്തിക്കോളും. അപ്പം മനുഷ്യജന്മത്തിൻ്റെ മഹത്വം എവിടെയാണ്? വിശേഷ ബുദ്ധിയിലാണെന്നറിഞ്ഞ് കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ, മനുഷ്യ ശരീരം കിട്ടിയിട്ടും മറ്റ് ജന്തു ശരീരങ്ങളിൽ പോലും സാധിക്കുന്ന, ഒരു കൃമിക്ക് പോലും സാധിക്കുന്ന ഈ ശരീരസുഖ കേന്ദ്രീകൃതങ്ങളായ വിഷയങ്ങൾക്ക് പിറകിൽ പോവുകയേ ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങളും മലത്തിൽ കിടക്കുന്ന കൃമിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അത് മനസ്സിലാക്കുമോ? എന്നിട്ട് ഈ മനുഷ്യജന്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ മനുഷ്യജന്മം കിട്ടിയതിൻ്റെ പരമമായ പ്രയോജനം നേടുന്നതിനായി തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധിയേലിയസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. നിങ്ങളിപ്പം ആഗ്രഹിക്കുന്നത്, അന്വേഷിക്കുന്നത് സുഖമാണ്, അനന്തമായ സുഖം, ബ്രഹ്മസുഖം. അത് പുറമെ പ്രവർത്തികൾ ചെയ്ത് പുറമെ നിന്നും നേടിയെടുക്കാൻ കഴിയുന്നതല്ല, മറിച്ച് തപസ് ചെയ്യൂ. എന്താണ് തപസ്സെന്ന് വെച്ചാൽ വിചാരത്തെ ചൂടുപിടിപ്പിക്കലാണ് തപസ് എന്നാണ്. വിചാരം ചെയ്യൂ. എന്താ വിചാരം ചെയ്യേണ്ടത്? ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, കോഹം കഥമിതം ജാതം കോവൈ കർത്താസ്യ വിദ്യതേ ഉപാദാനം കിമസ്തീഹ വിചാര സ്വയമീദൃശ. കോഹം, ഞാനാരാണ്, കഥമിഹം ജാതം, ഇതൊക്കെ എപ്രകാരമുണ്ടായി, ഇതൊക്കെ ഉണ്ടായതാണെങ്കിൽ ഒരാൾ ഉണ്ടാക്കാൻ വേണമല്ലോ. ആരാണ് ആ കർത്താവ്? അങ്ങനെ ഒരു കർത്താവുണ്ടോ? ഇപ്രകാരം തൻ്റെയും താൻ കാണുന്ന പ്രപഞ്ചത്തിൻ്റെയും അസ്തിത്വത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് വിചാരം ചെയ്യൂ. സത്യാന്വേഷണമാണ് മനുഷ്യ ജീവിതത്തെ മഹത്തരമാക്കുന്നത്. ജീവിതം സത്യാന്വേഷണമാകുമ്പോൾ ആ ജീവിതം ശ്രേഷ്ഠമാകുന്നു. അങ്ങനെ ആ തപസ്സിലൂടെ അനന്തമായ ബ്രഹ്മസുഖത്തെ സാക്ഷാത്കരിക്കാം. പുറമെയല്ല, താൻ തന്നെ അനൽപമായ അനന്തമായ ഭൂമാവായ സച്ചിദാനന്ദ ബോധമാണ് എന്നുള്ള സത്യത്തെ സാക്ഷാത്കരിക്കൂ. അപ്പോൾ ഈ മനുഷ്യജന്മം കിട്ടിയതിൻ്റെ പ്രയോജനം നേടി എന്ന് പറയാം. ഇനി എന്താ ലക്ഷ്യം? അതാണെന്ന് പറഞ്ഞു. തപസ് ചെയ്യൂ. തപസ്സെന്ന് വെച്ചാൽ നിരന്തരവും തീവ്രവുമായ ഈശ്വര വിചാരം, ഭഗവത് വിചാരം. ഇത് പ്രഭാഷണം നടത്താൻ എളുപ്പമാണ്, കേൾക്കുമ്പോഴും കേൾക്കാനും രസമാണ്. എപ്പോഴും ഭഗവാൻ അങ്ങനെ വിചാരം ചെയ്യുക. സർവവും ഭഗവാനാണ്, ഞാൻ അഖണ്ഡ സച്ചിദാനന്ദ ബോധം എപ്പോഴും വിചാരം ചെയ്യുക സാധിക്കുമോ? എളുപ്പമല്ല. അപ്പോൾ എപ്പോഴും ഈ വിഷയങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ എത്ര ചിത്തവൃത്തികൾ നമ്മളുടെ ഉള്ളിൽ ഉദിക്കുന്നു, നിൽക്കുന്നു, പോകുന്നു. ഇപ്പം ഈ പറയുന്ന ഈ സെക്കൻഡിൽ എത്ര ചിത്തവൃത്തികൾ വരുന്നുണ്ട്. ചിലത് അത്യന്ത സൂക്ഷ്മങ്ങളാകുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. വരുന്നു, നിൽക്കുന്നു, പോകുന്നു, ഇത് അനുസ്യൂതം സംഭവിക്കുകയല്ലേ. അപ്പോൾ ഈ ചിത്തവൃത്തികളൊക്കെ ഒടുങ്ങി മനസ്സ് സത്യത്തിൽ തന്നെ ഭഗവാനിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ അത് എവിടെയേ സാധിക്കുള്ളൂ? സത്സംഗത്തിലേ സാധിക്കുള്ളൂ. സജ്ജനങ്ങളുടെ കൂടെ നിൽക്കുക. ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത്
സ്വാമിജിയിൽ നിന്ന് ഭാഗവതം അധ്യാത്മവിദ്യ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവമാണല്ലോ. നമ്മുടെ മനസ്സ് പുറമെ ഇന്നലെ വീട്ടിലിരുന്ന സമയത്ത് പോയതുപോലെ വിഷയങ്ങളിലേക്ക് പോയില്ലേ. ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരുമെങ്കിലും അത്രല്ലല്ലോ. മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേ തമോദ്വാരം യോഷിതാം സംഗി സംഗം. അതുകൊണ്ട് വിമുക്തിയുടെ ദ്വാരമാണ് മഹൽ സേവ. കഠോപനിഷത്തിലെ പ്രസിദ്ധമായ മന്ത്രം തന്നെയാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. ഉത്തിഷ്ഠത, സ്വന്തം വിചാരത്തെ കൊണ്ട് ഉണർന്നെണീക്കൂ. ഈ ഇങ്ങനെ ചടഞ്ഞ് കിടക്കേണ്ട ആളല്ല ഞാൻ, മറിച്ച് തൻ്റെ അപരിമിതമായ ശക്തിയെ അറിഞ്ഞ് വിചാരം കൊണ്ട് ഉണരൂ. അജ്ഞാനത്തിൽ നിന്ന് ഉണരൂ. ഇനി അജ്ഞാനത്തിൽ നിന്ന് സ്വന്തം വിചാരം കൊണ്ട് ഉണർന്നാലും വീണ്ടും അങ്ങോട്ട് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വീഴാതിരിക്കാൻ വിചാരത്തിലൂടെ ഉണർന്നു നിൽക്കുന്ന ആ സത്യതലത്തിൽ, സത്യത്തിൻ്റെ തലത്തിൽ സദാ നിൽക്കാൻ സത്യസ്വരൂപികളായ സജ്ജനങ്ങളുടെ കൂടെ നിൽക്കൂ. പ്രാപ്യ വരാൻ, വരന്മാരെ, ശ്രേഷ്ഠന്മാരെ ആശ്രയിക്കൂ. അവരിൽ നിന്നും അധ്യാത്മവിദ്യ ശ്രവിക്കൂ. അതുതന്നെയാണ് ഇവിടെ ഋഷഭനും പറഞ്ഞത്. മഹൽസേവാം ദ്വാരമാഹു വിമുക്തേഹ തമോദ്വാരം യോഷിതാം സംഗി സംഘം. യോഷിത്തുക്കളുമായ സംഘം തമസിൻ്റെ ദ്വാരം ആണെന്നാണ്. യോഷിത്തെന്ന് വെച്ചാൽ സ്ത്രീ. ഒരു സ്ത്രീ വിരോധി ആയതുകൊണ്ട് ഋഷഭദേവൻ പറഞ്ഞതല്ല. പുരാണങ്ങളൊക്കെ സ്ത്രീ വിരോധം അല്ല. രണ്ട് തലത്തിൽ കാണാം. ഒന്ന്, മക്കളൊക്കെ പുരുഷന്മാരാണ്. അപ്പം അവരോട് പറയുമ്പം സ്ത്രീകളുമായ സംഘം, സ്ത്രീകളോടാന്ന് വെച്ചാൽ പുരുഷനുമായിട്ടുള്ള സംഘം, അങ്ങനെ പറഞ്ഞു എന്ന് കരുതാം. ഇനി സ്ത്രീ ബുദ്ധി, സ്ത്രീ പ്രജ്ഞ എന്ന് പറയുന്നത് വിഷയതൽപര പ്രജ്ഞ, വിഷയങ്ങളിൽ തൽപരയായ പ്രജ്ഞയാണ്, ബുദ്ധിയാണ് സ്ത്രീ പ്രജ്ഞ. ശരീരത്തിലും ശരീരസംബന്ധ വിഷയങ്ങളിലും ഒരാളുടെ ബുദ്ധി പെട്ടുകിടക്കുന്നുവെങ്കിൽ അയാൾ സ്ത്രീയാണ്. അത് നമ്മൾ ഈ പുറമെ ആണ് പെണ്ണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് ഭാഷ്യത്തിൽ ഒരിടത്ത് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അപ്പം ആ തലത്തിൽ ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞതിനെ മനസ്സിലാക്കുക. അപ്പം വിഷയാസക്തന്മാരുമായ സംഘം, അത് നമ്മളെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒക്കെ നമുക്ക് അനുഭവമുള്ളതാണ്. എങ്ങനെയുള്ള ആൾക്കാരുടെ കൂടി ഇരിക്കുന്നോ അതുപോലെയാവും നമ്മുടെ മനസ്സ്, അല്ലേ? ഒരു കരിങ്കല്ല് എടുത്തിട്ട് മുല്ലപ്പൂവ് ഉരച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ കുറേ ഉരച്ച് കഴിഞ്ഞാൽ കരിങ്കല്ല് വാസനിച്ച് നോക്കിയാൽ എന്താ, മുല്ലപ്പൂവിൻ്റെ വാസന ഉണ്ടാവും. ചാണകമാണ് ഉരയ്ക്കുന്നതെങ്കിലോ ചാണകത്തിൻ്റെ വാസന ഉണ്ടാവും. എന്നിട്ടല്ലേ ആ പഴഞ്ചൊല്ലുണ്ടായത്, മുല്ലപ്പൂമ്പൊടി. അപ്പം നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നോ ഈ സാഹചര്യങ്ങൾ അത് മനസ്സിനെ ബാധിക്കും പ്രാഥമിക തലത്തിൽ. അപ്പം എന്താ വേണ്ടത്? നല്ല സാഹചര്യത്തിലിരിക്കുക, നല്ലത് കേൾക്കുക, നല്ലത് കാണുക, നല്ലവരുമായിട്ടിരിക്കുക. അതിപ്പം കഴിയുമോ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കലികാലമാണ്. കലികാലം മൂർധന്യാവസ്ഥയിലായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെയൊക്കെ പറയുമെങ്കിലും കലി ഉണ്ടായി മുട്ടുകുത്തി നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 5000 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എന്തൊക്കെയോ ആയി എന്നങ്ങോട്ട് വിചാരിക്കുന്നു വേണ്ട. അപ്പോൾ പൊതുവെ അങ്ങനെയാണ് പറയുക, കലികാലമാണ്, ഒന്നും പറയണ്ട. എവിടെ നോക്കിയാലും ഒക്കെ കാണുന്നതൊക്കെ മോശം, കേൾക്കുന്നതൊക്കെ മോശം, ഒന്നും വയ്യ. അങ്ങനെ ചിന്തിക്കേണ്ടാന്ന്. ഈ ഒരു കാലം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാർ ഒരു 50 വയസ്സിന് മുകളിലുള്ളവരാണ്. ഒരു 20-30 കൊല്ലം മുന്നത്തെ കാലം അറിയാലോ, അധികം ആൾക്കാർക്ക് അറിയാം. അന്നത്തെ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സത്സംഗത്തിന് സാഹചര്യം അനുകൂലമാവുകയാണോ ചെയ്തത്, പ്രതികൂലമാവുകയാണോ ചെയ്തത്? എൻ്റെ വീക്ഷണത്തിൽ അനുകൂലമാവുക ചെയ്തത്. പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ ബാധിച്ചു, അപകടം. ഈ കോവിഡ് കൊണ്ട് ഇപ്പം ഞങ്ങൾ ഭാഗവതാചാര്യന്മാരൊക്കെ ശരിക്കും പെട്ടിരിക്കുക. കാരണം സപ്താഹത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒന്നും പറയാൻ വയ്യ. ഭാവനയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പുറമേ ഇറങ്ങുമ്പോൾ ചോദിക്കും ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞതെന്ന്. കാരണം 2-3 കൊല്ലം കൊണ്ട് എത്ര ഭാഗവതം ക്ലാസ്സുകളാണ്, ഗീതാ ക്ലാസ്സുകൾ, എത്ര പേര് ആചാര്യന്മാരായി, ഇല്ലേ? നമുക്ക് അനുഭവമല്ലേ? ഒരു 20 കൊല്ലം മുന്നേ
ഇപ്പം നിങ്ങളൊക്കെ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. ഇവിടെ ഈ എറണാകുളം ഈ കൊച്ചിയിൽ മാത്രമുള്ളവരാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിയിലുള്ളവർ കുറവാണെന്നാണ്. സുഖമായിട്ട് ഇവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കുന്നു. ഇതൊരു 20 കൊല്ലം മുന്നേ സാധിക്കുമായിരുന്നു ഇത്ര എളുപ്പത്തിൽ. ഇനിയിപ്പം വീട്ടിലിരിക്കുമ്പോൾ സപ്താഹം നടക്കുന്നുണ്ട്, സ്വാമിജിയുടെ സപ്താഹമാണ്, പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കേൾക്കാൻ ഒരു വിഷമവുമില്ല. അപ്പം ഈ 2 ഭാഗത്ത് ടി വിയിൽ കാണുന്നില്ലേ, അതേപോലെ വീട്ടിൽ നിന്നും കാണാം. ലൈവായിട്ട് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ. വണ്ടിനെ പോലെ 2 എണ്ണം ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്യാം. ഭർത്താവിന് വിഷമമില്ല, അമ്മയ്ക്ക് വിഷമമില്ല, അച്ഛന് വിഷമമില്ല. ഇനി അവരെന്ത് പറയുന്നോ അതൊക്കെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ, നമ്മളോട് കേൾക്കൂല. സുഖമായിട്ട് പ്രഭാഷണം കേട്ടൂടെ? ഉണർന്നിട്ട് രാത്രി വരെ സത്സംഗത്തിലിരിക്കാൻ പറ്റില്ലേ? ഈ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പലപ്പോഴും അപകടം വേറൊന്നിലേക്കാണ് പോവുക. അതിനൊരു സ്വഭാവമുണ്ട്. ഇപ്പം നമ്മൾ ഈ യൂട്യൂബൊക്കെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വാമിജിയുടെ ഒരു 3-4 പ്രഭാഷണം കണ്ട് വരും, 5ാമത് വേറൊന്ന് വരും. ഒട്ടനെ മനസ്സിനെ പിടിച്ചു വലിക്കാനുള്ള സാധന വരിക. അങ്ങോട്ട് പോവാതിരുന്നാൽ മതി. അപ്പം ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലം മോശമാണോ? ഉണർന്ന് രാത്രി ഉറങ്ങുന്നവരെ ഇനി ഉറങ്ങുന്ന സമയത്ത് ചെവിയിൽ വെക്കേണ്ട കേട്ടോ. ഡോക്ടർമാരുണ്ടെങ്കിൽ അപകടമെന്ന് പറയും. കേട്ടുകൊണ്ട് ഉറങ്ങും ചെയ്യാം, വിചാരിച്ചാൽ സാധിക്കും. അതുതന്നെയാണ് വഴി. എന്തിനുള്ള വഴി? നന്നാവണം എന്ന് വലിയ ആഗ്രഹമില്ലേ നമുക്ക്? ഈ പറയുന്ന ആൾക്കാർക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഒരാൾ പറഞ്ഞു കേട്ടുകൊണ്ട് ഉറങ്ങി ദിവസം അങ്ങനെ പഴകി ഇപ്പോൾ കേട്ടാ ഉറക്കം വരികയാണ്. അങ്ങനെയാണ് അല്ല, അങ്ങനെയുണ്ട്. എന്നോട് സ്വാമിജിനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്വാമിജിയുടെ പ്രഭാഷണം കേട്ട് ഇപ്പോൾ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാതെ ഉറങ്ങാൻ വയ്യ. എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്നറിയില്ല എന്നാണ്. എന്തായാലും അപ്പോൾ ശരിക്കും ഈ കാലം നല്ല കാലമാണ്. വിചാരിക്കുകയേ വേണ്ടു. എപ്പോഴും മനസ്സ് സത്തിൽ വയ്ക്കാം, ഭഗവാനിൽ വയ്ക്കാം. ഇപ്പം പറഞ്ഞു വന്നതെന്താ? നന്നാവണം എന്ന് വലിയ ആഗ്രഹമുണ്ട് മനസ്സിൽ. നമുക്ക് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ മറച്ചു വയ്ക്കാം. എനിക്കിപ്പോൾ ഈ വേഷ്ടിയൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് ഭഗവതാചാര്യൻ ഒരു പ്രത്യേക ഭാവത്തിലൊക്കെ ഇങ്ങനെ നടക്കാം. അപ്പം നിങ്ങളൊക്കെ കാണുമ്പം നല്ലോണം ബഹുമാനിക്കും, ആദരിക്കും. ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ മനസ്സിൽ എന്തൊക്കെ അപകടങ്ങളുണ്ട്, എന്തൊക്കെ എന്താ പറയുക ക്രൂരന്മാർ, അപകടകാരികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ ഇല്ലാതെ ആവണം നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും നന്നാവണ്ടെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? നമുക്കൊക്കെ നന്നാവണം. മനസ്സ് സദാ ഭഗവാനിൽ നിൽക്കണം, വിഷയങ്ങളിലേക്ക് മനസ്സ് പോകരുത്. പക്ഷേ പലപ്പോഴും പറ്റുന്നില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ഈ ചിന്തകൾ, സങ്കല്പങ്ങൾ ഇങ്ങ് വരുന്നു. അത് മനസ്സിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? നന്നാവാൻ ഉള്ള വഴിയാണ് ഈ സത്സംഗം. മനസ്സിലുള്ള കേടുകളെപ്പറ്റി ചിന്തിച്ച് ആകുലപ്പെട്ടിരിക്കേണ്ട. അത് ചിന്തിക്കും തോറും പെരുകും. അത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണത്. ഈ പ്രതികൂലമായിട്ടുള്ള ചിന്തയ്ക്ക് ശക്തി കൂടുന്നതാണ് അല്ലേ? ആണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് കരുതാം, പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളൊക്കെ എന്നെ നോക്കണം, ഇദ്ദേഹത്തെ നോക്കരുതെന്ന്. അപ്പം തന്നെ 5 ആൾ നോക്കി മുന്നിലിരിക്കുന്നത്. അപ്പം അത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ നോക്കില്ല. എന്തിൽ നിന്നും മനസ്സിനെ മനഃപൂർവ്വം നിരോധിക്കാൻ ശ്രമിക്കുന്നോ മനസ്സങ്ങോട്ട് പോവും. അപ്പോൾ മനസ്സിലുള്ള കേടുകളെ നീക്കി മനസ്സിനെ നന്നാക്കാൻ എന്താ വഴി? ആ കേടുകളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുക എന്നുള്ളതല്ല, നല്ലത് ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ്. മാതാ അമൃതാനന്ദമയി ദേവി നല്ലൊരു ദൃഷ്ടാന്തം പറയുന്നുണ്ട്, ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ബക്കറ്റിൽ വെച്ചിരിക്കുന്ന കലക്ക് വെള്ളം, ഈ കലങ്ങിയ വെള്ളത്തിലേക്ക് നല്ല വെള്ളം ധാരാളമായി ഒഴിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കലക്ക് ഇങ്ങനെ കുറഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞാൽ കലക്ക് കാണുകയില്ല. അപ്പം കലങ്ങിയ നമ്മുടെ മനസ്സ് നന്നാവാൻ എന്താ വഴി? ആ കലക്കിനെ തന്നെ ചിന്തിച്ചാൽ അത് കൂടുതൽ കലങ്ങും. നല്ലത് ഒഴിച്ചുകൊണ്ടിരിക്കുക, നല്ലത് കേട്ടുകൊണ്ടിരിക്കുക. നല്ല ഇടങ്ങളിൽ എവിടെയെങ്കിലും സത്സംഗം നടക്കുന്നുവെങ്കിൽ അവിടെ പോയിരിക്കുക. ഒരു നിമിഷം സത്സംഗം, അത്
ജീവിതത്തെ മൊത്തം മാറ്റിയേക്കാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതം ഞാൻ സ്വാമിജിയോട് പറഞ്ഞിട്ടുണ്ടത്. അദ്ദേഹം ചിലപ്പം ഒരു ദിവസം ഇങ്ങോട്ട് വരും, ആളെ പേരൊന്നും ഞാൻ പറയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറിയൊരു കഥ, അത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അദ്ദേഹത്തിനൊരു പ്രണയപരാജയം ഉണ്ടായി. പല സപ്താഹത്തിൽ ഇത് പറഞ്ഞിട്ട് പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രണയപരാജയം കൊണ്ട് ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ചു. അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ്. അപ്പോൾ ആ പെൺകുട്ടി എന്തോ ഇദ്ദേഹത്തെ വേണ്ട വെച്ചു. ആകെ വിഷമിച്ച് ഇനി ജീവിക്കുന്നില്ല എന്ന് നിശ്ചയിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ടല്ല, എറണാകുളത്തേക്ക് വന്നു. MG റോഡ്, അത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണല്ലോ. അപ്പോൾ ട്രെയിനിന് തല വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. മറ്റതൊക്കെ വേദനയൊക്കെ ഉണ്ടാവും. ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് കഴിയുമല്ലോ, കൃത്യമായിട്ട് വെക്കുകയാണെങ്കിൽ. ആരും പോയി വെക്കൊന്നും വേണ്ടേ, കഴിഞ്ഞില്ലാച്ച മഹാപകട. എന്തായാലും അങ്ങനെയൊക്കെ നിശ്ചയിച്ച് വന്നു. അപ്പോൾ നോക്കിയ സമയത്ത് ടൈം ടേബിൾ നോക്കിയപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ട്രെയിനുള്ളൂ. അപ്പോൾ എന്തായാലും 2 മണിക്കൂർ സമയം വെറുതെ കിടക്കുക. ആ 2 മണിക്കൂർ സമയം അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചത് കണ്ടു. പ്രഭാഷണത്തിൻ്റെ നോട്ടീസാണ്, ആധ്യാത്മിക പ്രഭാഷണം. എന്താ വിഷയം? ഗീതയാണ് വിഷയം. നൊച്ചൂർ വെങ്കട്ടരാമൻ ഗീതാജ്ഞാനയജ്ഞം. അപ്പം എന്തായാലും മരിക്കാൻ പോവുകയാണ്. വെറുതെ അങ്ങോട്ട് കയറി ചെന്ന സമയത്ത് സ്വാമിജി അവിടെ പിങ്കള ഗീത, സ്വന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ എന്നുള്ള പിങ്കളയുടെ ഗീത ഉണ്ടല്ലോ, അത് പറഞ്ഞുകൊണ്ടിരിക്കുക സ്വാമിജി. സമീപ ഏറ്റവും അടുത്ത ഏറ്റവും രതിപ്രദനായി രമണനായി ഉള്ളിൽ ചിൽസ്വരൂപിയായി സച്ചിദാനന്ദ സ്വരൂപിയായി ഭഗവാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയും ഈ സുഖത്തിന് വേണ്ടി പുറമെ ഓടി നടക്കുന്നുണ്ടല്ലോ നമ്മൾ. എന്നിട്ട് പുറമെ ഇരിക്കുന്ന ഓരോന്നിലാണ് സുഖം എന്ന് കരുതി അത് ഇല്ലാതെയാവുമ്പം ഭാര്യ വിട്ടുപോയി, കാമുകി വിട്ടുപോയി, നേരെ പോയി അങ്ങ് മരിക്കുക. ഈ ശരീരം ശ്രേഷ്ഠമായ മനുഷ്യജന്മം നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു എന്നറിയില്ല. എന്തായാലും ഇതാണ് ആശയം. ഇദ്ദേഹം അങ്ങ് കയറി ചെല്ലുമ്പോൾ ഇതാണ് കേൾക്കുന്നത്. ശരിക്കും ഉണ്ടായ കാര്യമാണ്. ഇതാണ് കേൾക്കുന്നത്. അവിടെ ഇരുന്നു ആ പ്രഭാഷണം മുഴുവൻ കേട്ടു. അന്ന് പിറ്റേ ദിവസം പ്രഭാഷണം തീരുകയാണ്. അതും കേട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിന് തല വയ്ക്കാനല്ല, വീട്ടിലേക്കുള്ള ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പോയി. ഇന്ന് അദ്ദേഹം ഭാഗവത ആചാര്യനാണ്. ഭാഗവതം വായിക്കുന്നയാളാണ്. മനോഹരമായി കീർത്തനം പാടും. അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ ഭഗവാന്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. സ്വാമിജി അവിടെ ഉണ്ട്. ഒരു നിമിഷം ആലോചിച്ച് നോക്കും. അതാണ് സത്സംഗത്തിൻ്റെ മഹത്വം എന്ന് വെച്ചാൽ. ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് ഭഗവാന്റെ കാരുണ്യം, സ്വാമിജി ഇന്നലെ പറഞ്ഞു, ആ കാരുണ്യം പിടിച്ച് വലിച്ചെത്തിച്ചു. ഈ ഒരു വാചകത്തിൽ ജീവിതം മുഴുവൻ മാറി. അതുകൊണ്ട് ഓഫീസുണ്ട്, 9 മണിക്ക് പോകണം, വൈകുന്നേരം 6 മണിയാവും. പിന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂറും കൂടി അവിടെ ഉണ്ടാവുള്ളൂ. രാവിലെ ഇപ്പോൾ ചെന്നാൽ ചിലപ്പം പ്രഭാഷണം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ ഉണ്ടാവും. എന്തായാലും ഇപ്പം കുറച്ച് നേരമല്ലേ ഉള്ളൂ. ഇപ്പം അവിടെ ചെന്നാൽ ഇടയിൽ നിന്ന് എണ്ണീറ്റ് പോകുന്നത് കണ്ടാൽ സ്വാമിജിക്ക് വിഷമാവും. ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് വരാതിരിക്കേണ്ടെന്നർത്ഥം. ഒരു നിമിഷത്തെ സത്സംഗം ചിലപ്പോൾ ജീവിതത്തെ മൊത്തം മാറ്റിയേക്കാം. സത്സംഗത്തിൻ്റെ മഹത്വം അതാണ്. അതേ വേണ്ടൂ നന്നാവാൻ, വേറൊന്നും വേണ്ട. സജ്ജനങ്ങളുടെ കൂടെ നിന്നാൽ മതി. മുന്നേ പറഞ്ഞ പോലെ നനഞ്ഞ വിറക് ഉണങ്ങിയ വിറകിൻ്റെ കൂടെ അങ്ങ് വെച്ചാൽ അങ്ങ് കത്തിപ്പോയിക്കോളും. അപ്പം മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേഹ തമോദ്വാരം യോഷിതാം സംഗം. അപ്പോൾ സത്സംഗങ്ങളിലിരിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, മറ്റതിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി വയ്ക്കുകയും വേണം. അപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് കേട്ടതൊക്കെ 8 മണിക്കൂർ ഇവിടെ ഇരുന്ന് കേട്ടത് മുഴുവൻ പോവാൻ 8 മിനിറ്റ് വീട്ടിൽ ചെന്നിട്ട് ചിലത് കാണും കേൾക്കുകയും ചെയ്താൽ മതി. എന്താണെന്ന് ഞാൻ പറയില്ല. ഈ 8 മണിക്കൂർ കൊണ്ട് കേട്ടതൊക്കെ പോകും. അതുകൊണ്ട് മനസ്സിനെ ക്ഷുബ്ധമാക്കുന്ന, ആസക്തിയെ വർദ്ധിപ്പിക്കുന്ന, ചിലപ്പോൾ കണ്ടാൽ കേട്ടാൽ കഴിച്ചാൽ ഒക്കെ ഒരു ചെറിയ സുഖം ഉണ്ടാവും. പക്ഷേ ആ സുഖം വീണ്ടും വീണ്ടും അതുപോലുള്ള അതിനേക്കാൾ വലുത് വേണം എന്ന ആസക്തിയെ ഉണ്ടാക്കി സമാധാനത്തെ കെടുത്തുക ചെയ്യുക. അതുകൊണ്ട് ഈ ആസക്തികളെ വർദ്ധിപ്പിക്കുന്ന, മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്ന
വിഷയങ്ങളിലേക്ക് മനസ്സിനെ വെക്കരുത്, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടി ഇരിക്കരുത്, അങ്ങനെയുള്ള ശബ്ദങ്ങളോ കാഴ്ചകളോ കാണരുത്, നമ്മളായി കാണരുത്. അബദ്ധത്തെ ചിലത്തൊക്കെ എത്തിപ്പോവും, അത് കുഴപ്പമില്ല, നമ്മളായിട്ട് അതിൻ്റെ പിറകിൽ പോകരുത് എന്നർത്ഥം. തമോദ്വാരം, അത് തമസിൻ്റെ ദ്വാരമാണ്. ഇനി ആരാ സജ്ജനങ്ങൾ? എത്രയോ ഇടങ്ങളിൽ ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും പറയുന്നു, മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവ സുഹൃദ സാധവോയേ. മഹാത്മാക്കൾ സമചിത്തന്മാരാണ്, എവിടെയും ആ പരമമായ സദ്വസ്തുവിനെ മാത്രം കാണുന്നു. പ്രശാന്തന്മാരാണ്. സുദാമാവിനെ പറ്റി പറയുമ്പോഴേ പറഞ്ഞതെന്താ? പ്രശാന്താത്മാ എന്ന് പറഞ്ഞല്ലേ അവതരിപ്പിച്ചത്. നമ്മൾ കുചേലെന്ന് കേൾക്കുമ്പോഴേക്കും എന്തോ ആകെ ദാരിദ്ര്യം കൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന ഒരാൾ എന്നുള്ള ചിത്രമാണ്. പക്ഷെ ഭാഗവതം അവതരിപ്പിക്കുമ്പോഴേ എന്താ പറഞ്ഞത്? സദാ പ്രശാന്താത്മാ, പ്രശാന്തിയുടെ സ്വരൂപമായിരുന്നു എന്നാണ്. പ്രശാന്ത വിമന്യവ, ദേഷ്യം ഇല്ല, ദേഷ്യം എന്നല്ല, ദേഷ്യം എന്നതിനെ, ക്രോധം എന്നതിന് ഉപലക്ഷണമായി എടുത്ത് കാമക്രോധാദികൾ അവരെ ബാധിക്കുന്നില്ല, അവരതിൻ്റെ കീഴിലല്ല. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരിൽ ഇതൊക്കെ പുറമേക്ക് കണ്ടു എന്ന് വരും, മഹാത്മാക്കൾ ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ടു എന്ന് വരും. അതുപോലും ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് വരിക എന്നാണ്. അതല്ല ഈ ശാപങ്ങൾ മുഴുവൻ നമുക്ക് അനുഗ്രഹങ്ങളായത്. ആ ശൃംഖിക്ക് ദേഷ്യം വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഭാഗവതം കിട്ടുമായിരുന്നോ? ആലോചിച്ചോ അല്ലേ? ഭാഗവതം നമുക്ക് കിട്ടിയത് ആ ശാപം കൊണ്ടല്ലേ? അതെ. പരാശര മഹർഷിക്ക് സത്യവതിയെ കണ്ട സമയത്ത് കാമം തോന്നിയില്ലായിരുന്നു വെച്ചാൽ നമുക്ക് ഈ പുരാണങ്ങൾ ലഭിക്കുമായിരുന്നോ? വേദവ്യാസ മഹർഷിയെ നമുക്ക് ലഭിക്കുമായിരുന്നോ? അപ്പം അവരൊക്കെ ഈ കാമക്രോധങ്ങളൊക്കെ കീശയിലിട്ട് നടക്കുന്നവരാണ്. അത് ലോക നന്മയ്ക്കായി ഭഗവാന്റെ ഇച്ഛ, ഭഗവാന്റെ നിയോഗം അവരിലൂടെ നടക്കുക ചെയ്യുക, അതിനെടുത്ത് ഉപയോഗിക്കും. നമ്മളൊക്കെ അതിൻ്റെ കീഴിലാണെങ്കിൽ, കാമക്രോധങ്ങൾക്ക് കീഴിലാണ് നമ്മളെങ്കിൽ, മഹാത്മാക്കൾ കാമക്രോധങ്ങളെ അടിപ്പെടുത്തി വച്ചിരിക്കുകയാണ്, അവരുടെ കീഴിലാണെന്നർത്ഥം. ജിതേന്ദ്രിയന്മാരാണ്. അങ്ങനെയുള്ള ഏവാമയീശേ കൃതസൗഹൃദാർത്ഥ ജനേഷു ദേഹംഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്ത യാവതർത്ഥാശ്ച ലോകേ. ആരാണോ എന്നിൽ പ്രീതി, എൻ്റെ ഭക്തന്മാരിൽ പ്രീതി, ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ മനസ്സ് നിൽക്കും, ഈ ശരീരത്തിലും ശരീരസംബന്ധ വസ്തുവിഷയങ്ങളിലും പ്രീതിയില്ല, അങ്ങനെയുള്ള മഹാത്മാക്കളോട് കൂടി നിൽക്കുക. ആ മഹാത്മാക്കളിൽ നിന്നും അവരെ അനുവർത്തിക്കുക, അവരുടെ ഉപദേശങ്ങൾ കേൾക്കുക, അവരുടെ വഴിയെ സഞ്ചരിക്കുക. പിന്നെ ഈ മനസ്സ് വിഷയങ്ങളിലേക്ക് ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളിൽ സഞ്ചയിച്ച് കൊണ്ടുപോകുന്നതുണ്ട്. അത് തീർത്തും ഇല്ലാതെയാവുക എന്ന് വെച്ചാൽ എളുപ്പമല്ല. അത് വാസനകൾ വരും, അത് സങ്കല്പങ്ങളായി പ്രകടമാവുന്ന സമയത്ത് അതിനെ നിയന്ത്രണത്തിൽ നിർത്താൻ ഈ ജീവിതമേ ഒരു സാധനയാക്കുക. ആ സാധനാ പദ്ധതിയെയാണ് പിന്നീട് ഋഷഭദേവൻ അവിടെ ഉപദേശിച്ചത്. ഹംസേ ഗുരോ മയി ഭക്തിയാനുവൃത്തിയ വിതൃഷ്ണയാ ദ്വന്ദ്വതിദീക്ഷയാച സർവത്ര ജന്തോർ വ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാ നിവൃത്തിയ. പരമഹംസന്മാരായ ഗുരുക്കന്മാരിൽ, ആചാര്യന്മാരിൽ ഭക്തി ഉണ്ടാവുക, അവരെ അനുവൃത്തി ചെയ്യുക. വിതൃഷ്ണയാ, തൃഷ്ണയെ, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. ദ്വന്ദ്വതിദീക്ഷയാചാം, ദ്വന്ദ്വങ്ങളെ തിദിക്ഷ ചെയ്യുക. ഇതൊക്കെ ഒരു പുറമേ അഭ്യസിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. ഈ ദ്വന്ദ്വങ്ങളെ തിദിക്ഷ ചെയ്യുക, ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, വിപരീത അനുഭവം, അനുകൂല അനുഭവം ഒക്കെ അതിനാൽ ബാധിക്കപ്പെടാതെ നിൽക്കണമെങ്കിൽ എന്തു വേണം? അടിസ്ഥാനമായി സത്യബോധം വേണം, ജ്ഞാനം വേണം. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഞാൻ ആ ഏകമായ അദ്വിതീയമായ വസ്തുവും. ഈ ഒരു സത്യവിചാരം, ഈ ഒരു ആത്മവിചാരം നിരന്തരം ചെയ്യുമ്പോൾ ആ നിരന്തരമായ തീവ്രമായ ആത്മവിചാരം കൊണ്ട് തിദിക്ഷ സ്വാഭാവികമായി സംഭവിക്കും. അല്ലാതെ പുറമെ തിദിക്ഷയെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് ഇടയ്ക്കൊക്കെ വന്നു എന്ന് വരും, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ വേണ്ടതെന്താണ്? നിരന്തരമായി സത്യവിചാരം ചെയ്യുക എന്നർത്ഥം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്ന് അതൊക്കെ ഹരിനാരായണായ നമ.
എപ്പോഴും ഈശ്വര വിചാരം വേണം, എല്ലായ്പ്പോഴും ഭഗവാനെ വിചാരം ചെയ്യണം കേട്ടോ എന്ന് മുത്തശ്ശി പറഞ്ഞത് ഇതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു കൃഷ്ണനെ, ഒരു രാമനെ, ആ രൂപത്തെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. എളുപ്പമല്ല അത്. കുറച്ച് കഴിഞ്ഞാൽ ഈ കണ്ണും മൂക്കും നാക്കൊക്കെ വേറെ പലതും കാണിക്കുമ്പോൾ അത് വരും ഉള്ളിലേക്ക്. അപ്പം ഈ ലോകത്തെ ലോകമാക്കി പുറമെ നിർത്തി ലോകത്തിൽ നിന്നും വേറിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ വീണു പോകും. അപ്പോൾ എന്താ വേണ്ടത്? ഈ ലോകത്തെ അങ്ങ് ഇല്ലാതെയാക്കുക. ഈ ലോകത്തെ ഈശാവാസ്യമിതം അങ്ങ് പൊതിയുക. എന്തുകൊണ്ട് പൊതിയുക? ഈശനാൽ, ഭഗവാനാൽ ഈ ലോകത്തെ അങ്ങ് ആച്ഛാദനം ചെയ്യുക. അപ്പോൾ പിന്നെ എന്ത് കണ്ടാലും, അതിനാണ് ഈ വിശ്വരൂപ വിരാട് സ്വരൂപത്തെയൊക്കെ വർണ്ണിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. വിരാട് സ്വരൂപ ധ്യാനമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. നദികൾ കാണുമ്പോൾ നദി എന്നുള്ള ബുദ്ധിയല്ല, ഭഗവാന്റെ നാഡി എന്നുള്ള ബുദ്ധി. പർവ്വതങ്ങൾ ഭഗവാന്റെ അസ്ഥികൾ. ഇങ്ങനെ മനസ്സ് എവിടേക്കൊക്കെ ഇന്ദ്രിയങ്ങൾ വഴി പോകുന്നോ അവിടെയൊക്കെ ഈശ്വര ഭാവന ചെയ്യാം. സദാ ബ്രഹ്മഭാവന, സദാ ഈശ്വര ഭാവന. അതാണ് എല്ലായ്പ്പോഴും ഈശ്വര വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അത് പറ്റില്ലേ? പറ്റും. ആദ്യമൊക്കെ നിൽക്കില്ല. ഇപ്പം മുന്നിലുള്ളത് ഈശ്വരനാണ്, ഭഗവാനാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് ആ ഭാവന ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യും. പോയിക്കോട്ടെ. അത് തുടർന്ന് കഴിഞ്ഞാൽ ആചാര്യന്മാർ പറയും അത് ഉറച്ച് വരും എന്നാണ്. അപ്പോൾ ദ്വന്ദ്വതിദീക്ഷയാചാം മത് കഥയാച നിത്യം ജിജ്ഞാസയാ തപസേഹാ നിവർത്തിയ. ജിജ്ഞാസ, ജീവസ്യ തത്വജിജ്ഞാസ എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ജിജ്ഞാസയുണ്ടാവുക, അറിയുവാൻ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കണം. അതിനാണ് ഈ ജന്മം. തീവ്രമായ മോക്ഷ ഉണ്ടാവുക. എന്ത് വന്നാലും ആ സത്യത്തെ സാക്ഷാത്കരിക്കും എന്നുള്ള തീവ്രമായ അഭിനിവേശം ഭഗവാനോടുണ്ടാവുക, ഈശ്വരനോടുണ്ടാവുക. ഇന്ന് ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ എത്ര താല്പര്യം, എത്ര ഇഷ്ടം നമുക്കുണ്ടോ ആ ഇഷ്ടം ഭഗവാനിലുണ്ടാവുക. അപ്പോൾ ഭഗവാൻ ലഭിക്കും. അതല്ലേ വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, കഥ കേട്ടിട്ടില്ലേ? തല പിടിച്ച് വെള്ളത്തിൽ മുക്കി ശ്വാസത്തിന് വേണ്ടി ഈ തല വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ ശ്വാസത്തിന് വേണ്ടി എത്ര കൊതിച്ചോ ആ കൊതി, ആ ആഗ്രഹം ഈശ്വരന് വേണ്ടി ഉണ്ടായാൽ ഭഗവാന് ലഭിക്കുന്നതാണ്. ജിജ്ഞാസയാം തപസാ ഈഹാ നിവർത്തിയാം. തപസ് മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ. മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഏകത്തിൽ അഗ്രമാക്കി വയ്ക്കുക. പരമമായ ഏകത്തിൽ, പരമമായ സത്യവസ്തുവിൽ. മത് കർമ്മഭി, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യുക. ഞാൻ ചെയ്യുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നീ ഭാവനയൊക്കെ മാറ്റി പ്രാഥമിക തലത്തിൽ ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ചെയ്യാം. ഈശ്വരാർപ്പണ ബുദ്ധിയാ അനുഷ്ഠീയമാനം കർമ്മ സത്വശുദ്ധയേ ഭവതി എന്ന് ആചാര്യസ്വാമികൾ പറയുന്നത് കാണാം. ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യുന്ന കർമ്മം നമ്മുടെ ഉള്ളിൽ ഉള്ള രാഗദ്വേഷങ്ങളില്ലാതെയാക്കും, സത്വഗുണത്തെ വർദ്ധിപ്പിക്കും, മനസ്സിനെ ശുദ്ധമാക്കും. അപ്പം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാൻ അർപ്പണമായിട്ട് ചെയ്യാം, ഭഗവാന്റെ നിയോഗം എന്ന ദൃഷ്ടിയാ ചെയ്യാം. ഇവിടെ ഇരുന്ന് ഞാൻ പ്രഭാഷണം നടത്തുന്നു, ഞാൻ പ്രഭാഷണം ചെയ്യുന്നു, എനിക്ക് വേണ്ടി, എനിക്ക് പേര് കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ, നാളെ പരിപാടി കിട്ടാൻ, അങ്ങനെയാണെങ്കിൽ ഉറപ്പാ സങ്കടം ഉണ്ടാവും അല്ലേ? ഇത് കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയാൽ ഞാൻ മുന്നേ കണ്ട 4 ആളോട് ചോദിക്കും എൻ്റെ പ്രഭാഷണം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ആരെങ്കിലും ഇത്തിരി കൂടി നന്നാവണം എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമായി. ഇനി അസലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അപ്പോഴത്തേക്ക് അങ്ങ് പൊങ്ങും. ഇതൊന്നും ഉണ്ടാവില്ല. എപ്പോൾ അങ്ങ് കോഴിക്കോട്ട് ഇരിക്കുന്ന എന്നെ ഇവിടെ ഇരുത്തിയത്, ഈ സന്നിധിയിൽ സ്വാമിജിയുടെ അരികെ ഇരുത്തിയത് ആരാണ്? ഭഗവാനാണ്. ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾ എന്താ? നിങ്ങളുടെ പ്രാരബ്ധം അല്ലേ? നിങ്ങളുടെ പ്രാരബ്ധം. ഇപ്പം എന്തൊക്കെ കേൾക്കണം എന്നുണ്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതാണ് എന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഭഗവാന്റെ ഇച്ഛയാണത്. ഞാൻ ഇപ്പം സ്വാമിജിയും ചതുശ്ലോകി ഭാഗവതം പറയണമെന്ന് പറഞ്ഞു. സ്വാമിജി എണീറ്റ് പോകുന്നവരെ ഞാൻ പറഞ്ഞിട്ടില്ല ചതുശ്ലോകി ഭാഗവതം പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ സ്വാമിജി പോയതിന് ശേഷം അവസാനമാണ്. അതിന് മുന്നേ എന്താപ്പം പറയും. ആദ്യമൊക്കെ ഈ നോട്ട് പുസ്തകമൊക്കെ എഴുതി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ വരാറുണ്ടായിരുന്നു പ്രഭാഷണത്തിന്. പലയിടത്തും ശുദ്ധ തോൽവിയായപ്പം വലിയ തോൽവിയായി. ഇതൊക്കെ എഴുതി കൊണ്ടുവന്നതൊക്കെ വയ്ക്കും, മനസ്സിൽ നല്ല ക്രമമൊക്കെ ഉണ്ടാവും, പക്ഷെ അക്രമമായിരിക്കും മുഴുവൻ. അക്രമം എന്ന് വെച്ചാൽ അടിയല്ല കേട്ടോ, മുഴുവൻ ക്രമം തെറ്റി ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും.
പിന്നെന്താ, പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ ഇപ്പം സുഖം, എന്ത് ഉള്ളെന്ന് വരുന്നു അതങ്ങ് പറയാം. ചിലപ്പം തെറ്റാണെന്നുള്ളത് ഭഗവാന് നിശ്ചയമായിരിക്കും. ചിലപ്പം മുന്നേ വലിയ ശരികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുകയെ. അപ്പോൾ ചിലവരൊക്കെ അങ്ങ് കേമാന്ന് പറഞ്ഞതിൻ്റെ ഒരു അഭിമാനം നിൽക്കുന്നുണ്ടാവും. ആ അഭിമാനം പോകണമെന്ന് വെച്ചാൽ തെറ്റാണ്. തെറ്റി വഷളായി കഴിഞ്ഞാൽ ഈ അഭിമാനം കിട്ടില്ലാതെയാവും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് സുഖമാണ്, എപ്പോഴും സുഖമാണ്. ഈ ഒഴുക്കിനെതിരെ നീങ്ങാൻ എപ്പോഴും വിഷമം. ഒഴുക്കിലങ്ങനെ പോകാൻ സുഖമല്ലേ, നമ്മൾ നിന്നു കൊടുത്താൽ പോരെ. അപ്പോൾ ഈശ്വരേച്ഛയാകുന്ന ഈശസ്യഹി വശേ ലോക, ഈ ഭഗവാന്റെ വശത്തിലാണ് ലോകം. ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് എൻ്റെ ജീവിതം, ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛയനുസരിച്ചിട്ട്. സ സംയുനക്തി ഭൂതാനി സ ഏവ വിയുനക്തിജാം. നേരത്തെ കളിപ്പാട്ടത്തിന് ഉദാഹരണം പറഞ്ഞില്ല, എന്ത് സുഖാന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നിന്നു കൊടുത്താൽ മതി. ഇവിടെ കൊണ്ട് ഇരുത്തിയത് ഭഗവാൻ, എന്നെക്കൊണ്ട് പൊട്ടത്തരം പറയിക്കുന്നത് ഭഗവാൻ. മറ്റേതും വേണേ. പലപ്പോഴും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പൊട്ടത്തരമൊക്കെ ഭഗവാന് കൊടുക്കും, നല്ലതൊക്കെ നമ്മുടേതാക്കും ചെയ്യും. അത് നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് അല്ലേ. കേമത്തൊക്കെ എൻ്റേതാണ്, മോശമായി വരുന്നതൊക്കെ ഭഗവാന് നിശ്ചയം. 100 വാഴ വെച്ചിട്ട് 100 വാഴയും കൊലച്ചാൽ ഞാൻ ഉറക്കമൊഴിഞ്ഞിരുന്ന് വളമിട്ടിട്ടാണ്, എൻ്റെ കൃഷീൻ്റെ സാമർഥ്യമാണ്. 100 മഴ പെയ്ത് ഒക്കെ വീണു പോയാലോ, ഭഗവാന്റെ നിശ്ചയം, വിധി, അല്ലാതെ എന്താ. അങ്ങനെയാവരുത്. പൊട്ടത്തരം പറയിക്കുന്നതും ഭഗവാൻ, നല്ലത് പറയിക്കുന്നതും ഭഗവാൻ. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ, അതാണ് ഈ ശരണാഗതി എന്ന് പറഞ്ഞാൽ. അങ്ങ് വിട്ടുകൊടുത്തേക്കുക, ഞാൻ എൻ്റെ അതിനൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുക. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് എന്ത് വരുന്നോ അത് എന്നിൽ നിന്ന് വരും. എത്ര സുഖമാണ്. അതാണ് മൽകർമ്മ ഭീം. എനിക്ക് എൻ്റെ കർമ്മങ്ങൾ എനിക്ക് സമർപ്പിച്ച് ചെയ്യുന്ന, ഭഗവാന് സമർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭക്തന്മാരുമായി കൂടിയിരിക്കുക, സശ്രദ്ധയാ, സത്തിൽ ശ്രദ്ധ ഉണ്ടാവുക, ഭഗവാനിൽ ശ്രദ്ധ വയ്ക്കുക. ബ്രഹ്മചര്യം, ബ്രഹ്മത്തിൽ ചരിക്കുക. ബ്രഹ്മം ഭഗവാൻ, ആ ഭഗവാനിൽ തന്നെ ശരീര മനസ്സുകളെ വെച്ച് ഭഗവാനിൽ ചരിക്കുക. അങ്ങനെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം സത്യസാക്ഷാത്കാരമാണെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ജീവിതത്തെ, ഈ ശരീരത്തെ അതിനായുള്ളൊരു ഉപാധിയായി കണ്ട് ജീവിതം അതിനായിട്ടുള്ളൊരു അന്വേഷണമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. സംശയമില്ല, ആ അനന്തമായ സുഖത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും. ഇത് നിങ്ങൾ അനുവർത്തിക്കുക. ഇത് നിങ്ങൾക്ക് ഉപദേശിക്കാൻ അർഹതയുള്ളവർക്ക് നിങ്ങൾ ഉപദേശിച്ച് കൊടുക്കുക. അതെ, അപ്പോഴാണ് അച്ഛൻ അച്ഛനാകുന്നത്, അമ്മ അമ്മയാവുന്നത്, ജ്യേഷ്ഠൻ ജ്യേഷ്ഠനാവുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ആളാരാന്നറിയോ? ഈശ്വരനെ പറ്റി പറഞ്ഞു തരുന്ന ആളാരാണോ, അധ്യാത്മവിദ്യ ഉപദേശിക്കുന്ന ആളാരാണോ, അപ്പോൾ ഗുരുർന സസ്യാൽ സ്വജനോ ന സസ്യാൽ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. ഋഷി നമ്മളോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഗൃഹസ്ഥരായ നമ്മളോട്. നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്താ അറിയോ, അത് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉപദേശിക്കൽ സ്വാമിജിയുടെ ജോലി, അല്ലെ സ്വാമിജിമാരുടെ ജോലിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഒരിക്കലുമല്ല, ഗൃഹസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. അതെ, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ധർമ്മശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് അർഹതയുള്ള ആൾക്കാർക്ക്, നമ്മൾ ഉപദേശിക്കേണ്ടവർക്ക് ഉപദേശിച്ചു കൊടുക്കുക അധ്യാത്മവിദ്യ എന്നൊക്കെ പറഞ്ഞ് ആ ഉപദേശം തുടരുകയാണ്. അപ്പം നമുക്ക് ഇതുവരെയുള്ള പ്രഭാഷണ പാരായണങ്ങൾ നമുക്കിവിടെ നിർത്താം. 1:45 ഗോവിന്ദനാമ സങ്കീർത്തനം